ഇനി എന്നോട് ചോദിക്കുന്നതിനേക്കാളും നിങ്ങൾ സിനിമ കണ്ട ഈ സിനിമയുമായി ബന്ധപ്പെടാത്ത ബാക്കിയുള്ളവരോട് ചോദിക്കുന്നതായിരിക്കും ഈ സിനിമയെ പറ്റി യഥാർത്ഥ അഭിപ്രായം പറയാനായിട്ട് ഏറ്റവും നല്ലത്. ടോവിനോട് കൺബാക്ക് വിത്ത് റൈറ്ററിന്റെ വമ്പൻ കൺബാക്ക്. പടം അതിഗംഭീര മൂവിയാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും. പീരിയഡ് ഡ്രാമയാണ്. സിനിമ നന്നായിട്ടുണ്ട്. നല്ല പടം. ടോവിനോട് നല്ല അടിപൊളി. നന്നായിരുന്നു, എനിക്കിഷ്ടമായി. ഡാർവിൻ ബെസ്റ്റ് ഡയറക്ഷനാണ്. കൊള്ളാം, നല്ല സിനിമ. നമസ്കാരം. എനിക്ക് വളരെ സന്തോഷം തോന്നി. ആൾക്കാരെല്ലാവരും ഇത് റെസ്പോണ്ട് ചെയ്യുന്നതിനായിട്ട് നല്ല രസമായിട്ട് തോന്നി. ഓരോ സീനുകളിലും നമ്മൾ ആഗ്രഹിച്ച റെസ്പോൺസ് നമുക്ക് തിയേറ്ററിൽ കിട്ടി. ഇനി എന്നോട് ചോദിക്കുന്നതിനേക്കാളും നിങ്ങൾ സിനിമ കണ്ട ഈ സിനിമയുമായി ബന്ധപ്പെടാത്ത ബാക്കിയുള്ളവരോട് ചോദിക്കുന്നതായിരിക്കും ഈ സിനിമയെ പറ്റി യഥാർത്ഥ അഭിപ്രായം പറയാനായിട്ട് ഏറ്റവും നല്ലത്. പടം കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? താങ്ക് യു സോ മച്ച്. താങ്ക് യു. മൊത്തത്തിൽ സിനിമയും പെർഫോമൻസും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, താങ്ക് യു. ഇതുപോലെ അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ 4 പേരോട് പറയും. നല്ല കൊള്ളാം, നല്ല സിനിമ. അടിപൊളി, ഒന്നും പറയാനില്ല. പൊളി, അടിപൊളി. നന്നായിരുന്നു. നല്ല പടമാണ്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് എല്ലാ അഭിനേതാക്കളും അവരെ റോഡ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ടോവിനോടെ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് പോലീസ് ക്യാരക്ടർ, പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും നല്ല വേഷമായിട്ട് തോന്നിയത്. നന്നായിട്ടുണ്ട്. ജിനൂബി എബ്രഹാമിൻ്റെ വേറൊരു തരത്തിലുള്ള സ്ക്രിപ്റ്റ് നല്ലതാണ്. അതുപോലെ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഡയറക്ടർ ഡാർവിൻ ബെസ്റ്റ് ഡയറക്ഷനാണ്. എല്ലാവരും ആരും മോശം പറയാൻ പറ്റില്ല. എല്ലാവരും നന്നായിട്ടുണ്ട്. കുടുംബസമേതം വന്ന് ചിത്രം എന്തായാലും ആസ്വദിക്കും. എല്ലാ കുടുംബസമേതമാണ്. ഇനി വൈകിട്ട് ഞങ്ങൾ വീണ്ടും കാണാൻ പോയിട്ട്. ഇതിൽ ആക്ട് ഇതിൽ ടോവിനോടെ ഫാദറായിട്ട് ചെറിയ റോളിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ഫാദറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് എനിക്ക് അധികം ഒന്നും അഭിനയിക്കാനില്ല. ഡാർവിൻ ഡയറക്ടർ പറഞ്ഞ പോലെ ചെയ്തെന്നല്ലാതെ പ്രത്യേകിച്ച് എൻ്റെ ഭാഗത്ത് കോൺട്രിബ്യൂഷൻസ് ഒന്നും വേണ്ടി വന്നിട്ടില്ല. പോലീസ് കഥാപാത്രമാണല്ലോ. അപ്പോൾ എങ്ങനെ തോന്നുന്നു? നന്നായിരുന്നു, എനിക്കിഷ്ടമായി. അച്ഛൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സിനിമയിൽ. എങ്ങനെയുണ്ട്? നന്നായിരുന്നു. എല്ലാം നല്ല കുഴപ്പമൊന്നും. പടം അടിപൊളിയാണ്. സൂപ്പറായിട്ടാണ്. നൈസ് പടമാണ്. പടം അതിഗംഭീര മൂവിയാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും. പീരിയഡ് ഡ്രാമയാണ്. ത്രില്ലറാണ്. അതിലുപരി ഇമോഷണലാണ്. കോമഡി രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന രീതിയിലും അടിപൊളിയാണ്. സിറ്റുവേഷണൽ കോമഡികൾ സിനിമയിൽ ഉടനീളമുണ്ട്. ഒരു നല്ല സിനിമ കണ്ട ഒരു ഫീലാണ് ഇരിക്കുന്നത്. വളരെ നല്ല മികച്ചൊരു മൂവിയാണ്. ഒരു പീരിയഡ് ഡ്രാമയാണ്. പിന്നെ ആ കാലഘട്ടം ചിത്രീകരിക്കുന്നതിൽ സംവിധായകൻ നന്നായി വിജയിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സന്തോഷ് നാരായണൻ്റെ എടുത്തു പറയേണ്ടതാണ്. വളരെ നന്നായിട്ടുണ്ട് പടം. താങ്ക് യു. സിനിമ നന്നായിട്ടുണ്ട്. നല്ല പടം. ടോവിനോ ചേട്ടൻ്റെ പടം അഭിനയം നന്നായിട്ടുണ്ട്. പൊളിച്ചു. താങ്ക് യു. പ്രതീക്ഷയിലപ്പുറം നല്ല സിനിമയാണ്. ഓക്കെ, താങ്ക് യു. പ്രതീക്ഷയൊന്നുമില്ല, ഒരു ആവറേജ്. നല്ല പടം. കൊള്ളാം, കുഴപ്പമില്ല, അടിപൊളിയാണ്. പടം കൊള്ളാം, നല്ല പടമാണ്. പോലീസ് വേഷം അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല രസമുണ്ട്. നന്നായിട്ട് പെർഫോം ചെയ്ത ആള്. വളരെ നല്ല ചിത്രം. 2023 മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡായിരുന്നെങ്കിൽ 2024 ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും കൊണ്ടുപോയി. നല്ല പടം, നല്ല ഇൻവെസ്റ്റിഗേഷൻ, നല്ല അടിപൊളി. ടോവിനോടെ നല്ല പഴയ കാലഘട്ടം ഏറ്റവും ബേസ് ചെയ്തിട്ടുള്ള നല്ലൊരു ഫിലിമാണ് ടോവിനോടെ. നല്ല ഇൻവെസ്റ്റിഗേഷൻ, നല്ലൊരു ഫിലിമാണ്. കണ്ടിരിക്കാൻ പറ്റും. നല്ല പടം. നല്ല മൂവിയായിരുന്നു. നല്ലായിരുന്നു. നല്ല പടം, കുഴപ്പമില്ല. ടോവിനോട് നല്ല അടിപൊളി. പേഴ്സണലി തിയേറ്റർ വാച്ച് തന്നെയാണോ? അതെ, നല്ല തിയേറ്റർ വാച്ചാണ്. ഇത്തിരി സ്ലോ പേസ്ഡാണ്. ഒരു ടിപ്പിക്കൽ ത്രില്ലർ ഫോർമാറ്റ് അല്ല, ഒരു ക്രൈം ഡ്രാമ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. നല്ലൊരു സിനിമയാണ്. പടം ഒന്നും പറയില്ല, വേറെ ലെവല്. തിയേറ്റർ വാച്ച് മസ്റ്റ് തിയേറ്റർ വാച്ച്. തിയേറ്ററിന് കാണണം. കിഡിലും പടം എന്ന് വെച്ചാൽ ടോവിനോടെ കൺബാക്ക് വിത്ത് റൈറ്ററിൻ്റെ
വമ്പൻ കൺബാക്ക്. ജിനുവിൻ്റെ സ്ക്രിപ്റ്റ് ചേട്ടൻ്റെ ഇതുവരെ ചെയ്തതിൽ കിട്ടിലും എന്ന് വെച്ചാൽ നമ്മൾ കടുവെന്ന് കണ്ടുന്ന ആളല്ല, ആള് വേറെ 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 ലെവലാണ്, ഒന്നും പറയില്ല. നല്ല പടം. എല്ലാവരും 100% ആത്മാർത്ഥതയിൽ ചെയ്തിട്ടുള്ള പടമാണ്. ഞങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ്. കണ്ട നല്ല പടമല്ലേ? താങ്ക് യു.